നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. കണ്ടക്ടർ നമ്മളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കവേ, യാത്ര ചെയ്യവേ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിപ്പോയാലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. KSRTC ബസ്സിലെ വനിതാ കണ്ടക്ടർ സർവീസിനിടെ ടിക്കറ്റ് മെഷീനും പണവും മറ്റൊരു ജീവനക്കാരനെ ഏൽപ്പിച്ച് വീട്ടിൽ പോയതായി പരാതി ഉയർന്നു. പിന്നാലെ വിശദീകരണവുമായി കണ്ടക്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. മൂന്നാർ ഡിപ്പോയിലെ കണ്ടക്ടർ മൂന്നാർ അടിമാലി റൂട്ടിലെ ചെകുത്താമുക്കിൽ വെച്ച് അനുമതിയില്ലാതെ ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ പോയതായിട്ടാണ് പരാതി ശക്തമാവുന്നത്. മൂന്നാർ കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സംഭവത്തിൽ KSRTC അന്വേഷണം തുടങ്ങി. കോട്ടയത്ത് നിന്ന് മൂന്നാറിന് വരികയായിരുന്നു ബസ്. ഡിപ്പോയിൽ ജോലിക്ക് പോകുന്നതിനായി ഒരു KSRTC ജീവനക്കാരൻ ചെകുത്താമുക്കിൽ നിന്ന് ബസ്സിൽ കയറി. തുടർന്നാണ് ടിക്കറ്റ് മെഷീനും പണവും ഡിപ്പോയിൽ ഏൽപ്പിക്കാൻ പറഞ്ഞ് കണ്ടക്ടർ ഇറങ്ങിപ്പോയത്. മൂന്നാറിലെത്താൻ അരമണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ബസ് മൂന്നാറിലെത്തുകയും ചെയ്തു. സാധാരണ രീതിയിൽ ഈ ഡിപ്പോയിൽ സർവീസ് നിർത്തിയാൽ സ്റ്റേഷൻ മാസ്റ്റർ അടുത്തെത്തി ഡ്യൂട്ടി അവസാനിപ്പിക്കണം. അതിനുശേഷം മെഷീനും പണവും നൽകി വേ ബില്ല് നൽകി ഒപ്പിടണം. അതിനുശേഷം മാത്രമേ കണ്ടക്ടർ വീട്ടിൽ പോകാവൂ എന്നാണ് നിയമം. ആ നിയമം നിലനിൽക്കവെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ വിവരം ഡിപ്പോയിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ കണ്ടക്ടർ എന്താണ് വിശദീകരണം തരുന്നതെന്ന് നോക്കാം. ആശുപത്രിയിൽ കഴിയുന്ന ഭർത്താവിൻ്റെ ആരോഗ്യനില വഷളായി എന്ന വിവരം അറിഞ്ഞു. ഇതുകൊണ്ടാണ് ഡ്യൂട്ടി പൂർത്തിയാക്കാതെ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയതെന്ന് വനിതാ കണ്ടക്ടർ വ്യക്തമാക്കി. ഡ്യൂട്ടി പൂർത്തിയാക്കും മുൻപ് കണ്ടക്ടർ വീട്ടിലേക്ക് പോയത് വിവാദമായതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കണ്ടക്ടർ എത്തിയത്. മാത്രമല്ല, ഇവർ പറയുന്ന വിശദീകരണം മറ്റൊരു കണ്ടക്ടർ ബസ്സിൽ കയറിയെന്നും അദ്ദേഹത്തെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയതെന്നും പറയുകയുണ്ടായി. വീണ് ഇടുപ്പെല്ല് പൊട്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ തൻ്റെ ഭർത്താവ് ചികിത്സയിലാണ്. പക്ഷേ അടിമാലിയിലോ സ്വദേശമായ 10-ാം മൈലിലോ താൻ ഇറങ്ങിയില്ല. എന്നാൽ ഭർത്താവിന് സോഡിയം കുറഞ്ഞെന്നും വയ്യെന്നും മകൾ വിളിച്ചറിയിച്ചപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. പൈസ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയതിന് പിന്നാലെ സ്റ്റേഷൻ മാസ്റ്റർ കാര്യം അന്വേഷിച്ച് വിളിച്ചപ്പോൾ വിശദീകരണം കൊടുത്തതാണ്. എന്നാൽ തനിക്കെതിരെ അപ്പോൾ തന്നെ പരാതി എത്തിയിരുന്നുവെന്നും കണ്ടക്ടർ പറഞ്ഞു. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതേസമയം കണ്ടക്ടർ ഡ്യൂട്ടിക്കിടയിൽ ഇറങ്ങിപ്പോയി എന്ന കാര്യം തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസിൽ നിന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നതെന്നും ഉണ്ടായ കാര്യങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൂന്നാർ ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്റർ KG സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.